എന്തൊക്കെ പറ്റി? ഞാൻ ഒന്നും കൂടി ഈ സ്കൂളിൽ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ നാളെ ഗൾഫ് പോവാ. എനിക്ക് നിങ്ങൾ ഇവിടുന്ന് പോകാനൊന്നും ഒരു താല്പര്യമില്ല. ഇച്ചിപ്പെടാണെങ്കിൽ കളിച്ചാ കുളിച്ചാ പഠിച്ചാ. എന്റെ പച്ചാണെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടുപോകാനും വരും. സൈന ടീച്ചറായിരുന്നു കുഞ്ഞാപ്പോടെ. പ്ലീസ് വെയിറ്റ്, സ്റ്റാൻഡ് ഹിയർ. പ്രസന്റ് സർ. എന്തിപ്പോ പറഞ്ഞു? എന്റെ പച്ചി ഉമ്മച്ചി കൂടെ നിൽക്കണ പോലെ എന്താ എന്റെ പച്ചിക്കും ഉമ്മച്ചി കൂടെ നിന്നാൽ? അതിന് എന്റെ പച്ചിന്റെ പോലെ അല്ല എന്റെ പച്ചി. എന്റെ പച്ചി നല്ലോണം നീളുണ്ട്, നല്ലോണം തല്ലുവേ. കുഞ്ഞാപ്പ നിന്റെ ഉപ്പ വന്നിട്ടുണ്ട്. പച്ചിന്റെ ഒപ്പം മിക്സ് ആണ് പോയിക്കോ, ഞാൻ പോരാ. കുഞ്ഞാപ്പോ ഇവിടെ നീ ഊഞ്ഞാലാടി. ടീച്ചർ നാളെ ദുബായിക്ക് പോകാനാണ്. ഇവിടുത്തെ പഠിത്തം നിർത്തിയിട്ട് ഞാൻ പഠിച്ചു മറിച്ചിട്ടേ എങ്ങനെ അന്റെ പഠിപ്പ് കൊടുക്കണു? അവിടെ ഒരു ഓൺലൈനായിട്ട് പഠിപ്പിക്കൊണ്ട് ഞാൻ അവിടുന്ന് ഇവിടെ പോന്നാലും അന്റെ ക്ലാസ് ഇവിടെ ഉണ്ടാവും. ഞാൻ വരാം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂളിലാട്ടോ. അപ്പൊ പഠിക്കാനും കളിക്കാനും കുളിക്കാനും ഇത്ര സൗകര്യമുള്ള ഒരു സ്കൂൾ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഹൈബ്രിഡ് ആയിട്ടും പഠിക്കാനുള്ള ക്ലാസ്സുകൾ പോലെ കൊടുക്കുന്നുണ്ട്. കൂടാതെ നാട്ടിലേക്ക് ലീവിൽ വരുമ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നിൽക്കാനുള്ള റെസിഡൻഷ്യൽ സൗകര്യം ഈ സ്കൂളിലുണ്ട്. വിദേശത്തുള്ള പേരന്റ്സിനോട് സാമ്പത്തികമായിട്ടും സീറ്റ് പരിമിതിന്റെ കാരണത്താലും കുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചിട്ട് ചെന്നോളി. നമ്മളെ മലപ്പുറം മോങ്ങത്തുള്ള ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾക്ക്.